എല്ലാവർക്കും നമസ്കാരം ഉണ്ടാകും. നമ്മുടെ കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ ഒരു സെഷനിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. നമ്മുടെ 012/2020 അതായത് 2020 നടന്ന മിൽമയുടെ ഒരു ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാമാണ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സെഷനിൽ. അപ്പോൾ എല്ലാവരും ഇതുവരെ എല്ലാം പഠിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വെറുതെ ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണുക. നമ്മൾ ചോദിച്ച ചോദ്യമായ കാരണം ഇതിന് റിലേറ്റഡ് എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇതേ സെയിം ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഉപയോഗിച്ച് ഏതെങ്കിലും വന്നാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു 50 ചോദ്യം ഉണ്ട്, അത് മൊത്തം ഇരുന്ന് കാണുക നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായിരിക്കും ഗുണകരമാവും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഓംസ് ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു DC സർക്യൂട്ടിന് അപ്ലിക്കബിൾ ആണ്, സ്മോൾ റെസിസ്റ്റേഴ്സിന് അപ്ലിക്കബിൾ ആണ്, അതേപോലെ ഹൈ കറണ്ടിനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്, സെമി കണ്ടക്ടേഴ്സിനാണ് നോട്ട് അപ്ലിക്കബിൾ ഉള്ളത് കേട്ടോ, ഓംസ് ലോ. ഇനി അടുത്ത ചോദ്യം, 2 ജൂൾ വർക്ക് ഈസ് ഡൺ ഇൻ ടേക്കിംഗ് എ ചാർജ് ഓഫ് 20 കുളം ഫ്രം വൺ പോയിന്റ് ടു ദ അതർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.2 meter and the potential difference between the points is. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് വി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വർക്ക് ഡൺ ബൈ ചാർജ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് ചെയ്താൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി കിട്ടും. നമുക്ക് വർക്ക് ഡൺ എന്താണ് തന്നിരിക്കുന്നത്, 2 ജൂളാണ്. ഡിവൈഡഡ് ബൈ ക്യൂ എന്താണ് തന്നിരിക്കുന്നത്, വേറൊന്നുമല്ല 20 കുളമ്പാണ്. സോ യുവർ ആൻസർ ഈസ് 1/10 and your answer is 0.1 volt. So option D, 1 × 10⁻⁻1 volt. Now the third question, the ratio of the resistance of 100 watt 40 watt 140 watt bulbs of the same rated voltage. അപ്പോൾ നമുക്ക് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. സോ യു നോ R will be directly proportional to 1/P. ഓക്കെ, അപ്പോൾ നമുക്ക് R1 R2 ആണ് കണ്ടെത്താൻ പറഞ്ഞത്. R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P പവർ ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു P2 P1 ആയിരിക്കും. സോ R1 P1 R2 1/P2 വരും. V കോൺസ്റ്റൻ്റ് ആയ കാരണം കേട്ടോ. സോ P2 P1 വരും. യുവർ P2 ഈസ് നത്തിങ് ബട്ട് 40 ആൻഡ് യുവർ P1 is 100. So 40:100 is nothing but 2:5. So your option A. Now fourth question, a metal plate of thickness half this plate separation is introduced between the plates of parallel plate capacitor. Okay, നമുക്കൊരു പാരലൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പ്ലസ് സേ യു ഹാവ് ഒരു കപ്പാസിറ്റർ, അതിൻ്റെ ഡിസ്റ്റൻസ് D ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇടയിലൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വിച്ച് ഹാസ് എ തിക്നെസ് ഓഫ് D/2. ഓക്കെ, D/2 തിക്നെസ് ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ തമ്മിലുള്ള ലെങ്ത് എന്തായിരിക്കും, D/4 ആയിരിക്കും. ഇതും D/4 ആയിരിക്കും, ഇതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇവിടെ ചാർജ്, നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, ഇവിടെ പോസിറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. നൗ നമ്മുടെ നോർമൽ കപ്പാസിറ്റൻസ് C is equal to A∈0/D. ഓക്കെ, ഡിസ്റ്റൻസ് D. സോ ഇത് നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റൻസ് രൂപീകരിച്ചു, ഇവിടെ വേറൊരു കപ്പാസിറ്റൻസ് രൂപീകരിച്ചു. സോ ദീസ് 2 capacitors are in series. So your equivalent capacitance will be what, C1 C2 divided by C1 plus C2. സീരീസ് ആയ കാരണം. നൗ നമുക്കറിയേണ്ടത് C1 എന്താണെന്നാണ്. C1 is equal to A∈0 divided by ഇതിൻ്റെ ഡിസ്റ്റൻസ് D/4. അപ്പോൾ D/4 എന്ന് പറയുമ്പോൾ × 4 വരും. ഓക്കെ, അതേപോലെ തന്നെ C2 സെയിം ആണ്. ഓക്കെ, അപ്പോൾ C1 C2 സെയിം ആണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ഇത് A∈D എന്ന് പറഞ്ഞാൽ C ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് C1 = C2 = 4C. സോ C equivalent is equal to 4C × 4C, that is nothing but 16C² divided by 4C plus 4C, that is 8C, which is equal to 2C. So your equivalent capacitance will double. So your answer is, it gets doubled. Okay, now your fifth question, the dissipation factor of a good dielectric is of the order of. നമ്മുടെ ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഇൻഎഫിഷ്യൻസി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. It is a measure of
ഇൻഎഫിഷ്യൻസി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഇൻഎഫിഷ്യൻസിനെ കാണിക്കുന്നതിനാണ് ഡിസിപ്പേഷൻ ഫാക്ടർ. അപ്പോൾ ഇൻഎഫിഷ്യൻസി കുറവായിരിക്കണം, അതായത് എഫിഷ്യൻസി കൂടുതലായിരിക്കണം. സോ ഏറ്റവും കുറവായിരിക്കണം. സോ ജസ്റ്റ് യുവർ ആൻസർ ഈസ് 0.0002. So the dissipation factor of a good dielectric is of the order 0.0002. Okay, remember that. Now your sixth question, the magnetic susceptibility is negative for. The magnetic susceptibility is negative for. എന്താണ് നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൊണ്ട് നമുക്കൊരു മാഗ്നറ്റ് കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, മേ ബി ഇറ്റ് ഇസ് എ ഡയാമാഗ്നറ്റ്, മേ ബി ഇറ്റ് ഇസ് എ പാരാമാഗ്നറ്റ്, അല്ലെങ്കിൽ ഒരു ഫെറോ മാഗ്നറ്റ്, ഏതെങ്കിലും മാഗ്നറ്റോട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിലത്തെ ആ മാഗ്നറ്റിക് ഫീൽഡിനോട് കാണിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റിനെയാണ് നമ്മൾ എന്താ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുക. സോ ഇറ്റ് മേ അലൈൻ ഓർ ഇറ്റ് മേ റിപ്പൽ ഓർ അട്രാക്ട്. അലൈൻ അല്ല പറയുക, റിപ്പൽ ഓർ അട്രാക്ട് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഉള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനാണ്. ഓക്കെ, പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനും എന്താണ്, it is positive magnetic susceptibility, and ferromagnetic material has large positive magnetic susceptibility. Okay, now ഏഴാമത്തെ ചോദ്യം. A three-phase delta connected symmetric load consumes p watt and same load is connected in star to the same supply, then what is the power consumption? So സ്റ്റാർ നമ്മുടെ ഒരു ഡെൽറ്റ കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് വി എന്ന് പറയുന്നത്, സോ ഒരു ഫേസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്. സോ യുവർ പവർ വിൽ ബി ഈക്വൽ ടു 3 times ഓഫ് ഈച്ച് ഫേസ് വോൾട്ടേജ്, സോറി ഈച്ച് ഫേസ് പവർ. സോ നത്തിങ് ബട്ട് വി പി ഇൻറ്റു എന്താണ് ഐ പി. ഓക്കെ, സോ 3 ഇൻറ്റു വി പി ഐ പി വരും. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്, റെസിസ്റ്റൻസ് ആറാണ്. സോ ദിസ് ഇസ് ഡെൽറ്റ കണക്റ്റഡ്. ഇനി വൈ കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്, വൈ കണക്റ്റഡ് ആണെങ്കിൽ യുവർ വി പി വിൽ ബി ഈക്വൽ ടു V/√3. ഓക്കെ, V/√3. ഓക്കെ, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇത് പവർ കൺസെപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പവർ കൺസെപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ യുവർ പവർ കൺസെപ്ഷൻ ഇതിൽ പി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞത് 3 ഇൻറ്റു വി എന്താണ് വി പി 3Vp²/R എന്ന് എഴുതാം അല്ലേ. ഐ പിക്ക് പകരം ഞാൻ ആർ എന്ന് എഴുതി. നമുക്ക് തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് സെയിം ലോഡ് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ Vp/R എന്ന് എഴുതി. ഇനി ഇത് ഒരു ഡെൽറ്റ കണക്ടർ ആണെങ്കിൽ ഇനി Py ആണെങ്കിൽ എന്ത് വരും, 3Vp/√3² ഡിവൈഡഡ് ബൈ R വരും. ഓക്കെ, നമ്മുടെ ഫേസ് വോൾട്ടേജ് എന്ന് V/√3 ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു Vp²/R. ഓക്കെ, സോ യുവർ ഡെൽറ്റ കണക്റ്റഡിൽ എന്താണ് 3 times more power consumption than star connected. So you can conclude that ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റാർ if the same load is connected in star to the same supply, then what is the power consumption? അപ്പോൾ സ്റ്റാറിലാവുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ, ഡെൽറ്റയിൽ 3 ഇരട്ടിയാണ് സ്റ്റാറിനെക്കാട്ടിലും പവർ കൺസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി P/3 ഹിയർ. ഓക്കെ, ഇൻ സ്റ്റാർ. ഓക്കെ, നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ദ കോർ ഓഫ് എൻ അയൺ core coil is replaced by air, then the inductance of the coil obviously it will decrease. Why? അതായത് അയൺ കോറിന് 500 times സ്ട്രോങ്ങർ ആണ് എയർ കോറിനെക്കാട്ടിലും. എന്തിൻ്റെ കാര്യത്തിൽ, റിലേറ്റീവ് പെർമിബിലിറ്റീൻ്റെ കാര്യത്തിൽ. റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എയർ ആൻഡ് വാക്യൂം ഈസ് 1 and that of iron is 500 times strong than air. Okay, now ഒമ്പതാമത്തെ ചോദ്യം, the potential difference across the resistance, inductance, capacitance are what, 80 volt, 40 volt, 100 volt and respectively then in an LCR circuit. Then the power factor of the circuit is nothing but the power factor of the circuit നമ്മൾ എങ്ങനെ കാണാം, cos phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, VR divided by root of VR square plus square of VL square minus VC square. ഓക്കെ, സോ നമ്മുടെ വി ആർ എന്താ 80 ആണ്. വി ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, വി ആർ എസ് 80, അപ്പോൾ 80 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6400 പ്ലസ് വി എൽ സ്ക്വയർ എന്താണ് 40, ദാറ്റ് ഈസ് 1600 വരും. 1600 മൈനസ് എന്താണ് 1600 മൈനസ് 100. സോ നമുക്ക് തിരിച്ചെഴുതാം,
ഞാൻ ഇങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് 100 മൈനസ് 40 പറയുമ്പോൾ 60 വരും. ഇതൊന്നും ചെയ്യേണ്ട. 60 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 3600. ഓക്കെ, സോ 6400 പ്ലസ് 3600 എന്ന് പറയുമ്പോൾ എന്ത് വരും, 10,000 വരും. 10,000ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 100 ആണ്. സോ 80/100 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.8 because 5 is nothing but 0.8. Okay, now 9th question. Form factor of a half rectified sine wave. Form factor of a half rectified sine wave. നമ്മുടെ ഫുൾ റെക്ടിഫൈഡ് അല്ലെങ്കിൽ ഒരു സാധാ സൈൻ വേവിൻ്റെ അല്ല ചോദിച്ചിരിക്കുന്നത്. ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ IDC ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2π. ഹാഫ് റെക്ടിഫൈഡ് ആണ്, 0 to π ആണ് ഉണ്ടാവുള്ളൂ. IM sin omega t എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവസാനം IM/π എന്ന് കിട്ടും. സോ യുവർ IRMS എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, IM/π ഇൻറ്റു π/2 ആണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് IM/2. പിന്നെ നമ്മുടെ മുന്നത്തെ ഒരു MCQ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫോം ഫാക്ടർ എങ്ങനെ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോം ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് ഫോം ഫാക്ടർ ഈസ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS എന്താ ഓർക്കാൻ പറഞ്ഞതുണ്ട്, RM എന്നാണെന്ന് പറഞ്ഞതുണ്ട് അല്ലേ, ഫസ്റ്റ് ന്യൂമറേറ്ററിൽ വരിക. അപ്പോൾ RMS ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. വാട്ട് ഈസ് യുവർ RMS വാല്യൂ, IM/2, and what is your average value, IM/π. So obviously it will become π/2. So π/2 means 3.14/2. 3.14/2 is nothing but 1.57. So your answer is 1.57. That is B. Okay. Now 11th question. The power measurement in an unbalanced three-phase circuit can be done by. The power measurement in an unbalanced three-phase circuit cannot be done by at all. Can be done by അല്ല, cannot be done by single wattmeter method. ഒരൊറ്റ വാട്ട്മീറ്റർ മെത്തേഡ് വെച്ച് നമുക്ക് അൺബാലൻസ്ഡ് ത്രീ ഫേസ് സർക്യൂട്ടിൻ്റെ പവർ മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു നീഡ് 2 wattmeter. ഓക്കെ, now 12th question. An instrument capable of measuring only DC quantities. It is nothing but moving coil. ഓക്കെ, ഇനിയിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയും DC യും AC യും ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് MI. ഓക്കെ, now 13th question. Kelvin double bridge is best suitable for the measurement of low resistance. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, അല്ലെങ്കിൽ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ലോ റെസിസ്റ്റൻസ്. ഇനി 14th question. The materials used for making standard resistance is nothing but manganese. ഓക്കെ, മാൻഗനീനും അതുപോലെ തന്നെ കോൺസ്റ്റാൻറ്റും ആണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, മാഗ്നനിൻ ആൻഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് രണ്ടാണ് നമ്മൾ അതെന്തുകൊണ്ടാണ് അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇറ്റ് ഹാസ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, now creeping in energy meter can be eliminated by nothing but drilling diametrically opposite holes in the disc. Okay, drilling diametrically opposite holes in the disc. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേൾക്കുക. ഓക്കെ, ഇപ്പോൾ creeping in an energy meter can be eliminated by drilling diametrically opposite holes in the disc. Okay, now 60th question. The value of load factor. The value of load factor. Load factor എന്ന് പറഞ്ഞാൽ nothing but it is the average load divided by peak load ആണ്. സോ അതാണ് നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് വാട്ട്, ലെസ് ദാൻ 1. ഓക്കെ, സോ your option is A. Okay, now 17th question. The transposition of overhead transmission line is done to. Transposition of overhead transition line is done to. It is nothing but to make the voltage drop in each line same. ഓക്കെ, രണ്ട് കാര്യങ്ങളാണുള്ളത്. പീരിയോഡിക് ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് സ്വാപ്പിംഗ് ഓഫ് പൊസിഷൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ്, കണ്ടക്ടേഴ്സ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ആണ്. സോ ഇറ്റ് റെഡ്യൂസസ് ക്രോസ് ടോക്ക് ആൻഡ് ഇക്വലൈസ് ദ ഡ്രോപ്പ്. അതായത് നമ്മുടെ ഈ ഡ്രോപ്പ് ഈക്വലൈസ് ചെയ്യാനാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഓഫ് ട്രാൻസ്പോസിഷനിങ് ഓഫ് ദ കണ്ടക്ടേഴ്സ്. ഓക്കെ,
അപ്പോൾ ഇനി 18th ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫെറാൻഡിക് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫെറാൻഡിക് എഫക്റ്റ് ക്യാൻ. എന്താണ് ഈ ഫെറാൻഡിക് എഫക്റ്റ്? ഫെറാൻഡിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ ദ വോൾട്ടേജ് ഒക്കറിങ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് എ വെരി ലോങ് AC ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അതായത് നമ്മളെ സെൻഡിങ് എൻഡ് വോൾട്ടേജിനെക്കാൾ, അതെ, സെൻഡിങ് എൻഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്, റിസീവിങ് എൻഡ് വോൾട്ടേജ്. സോ ആ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫെറാൻഡിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെറാൻഡിക് എഫക്റ്റ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് നത്തിങ് ബൈ ആഡിങ് റിയാക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫെറാൻഡിക് എഫക്റ്റ് കുറയ്ക്കാം കേട്ടോ. വിച്ച് പവർ പ്ലാന്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു സപ്ലൈ പീക്ക് ലോഡ്സ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. സോ വിച്ച് പവർ പ്ലാന്റ് ഈസ് suitable for peak load? It is nothing but gas turbine plant. Okay, so എന്തുകൊണ്ടാണ് പീക്ക് ലോഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് പറ്റാത്തത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ വിയർ ആൻഡ് ടിയർ കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അറ്റ് എന്ത് പീക്ക് ലോഡ്സ്. സോ ബിക്കോസ് യു കനോട്ട് കൺട്രോൾ ദ റിയാക്ഷൻസ്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് suitable. Okay, now 20th question, a conductor which connects the substation to the area where power is to be distributed is nothing but feeder, right? Feeder നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ നമ്മൾ ഓരോ സബ്സ്റ്റേഷനിൽ നിന്നും, സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഫീഡറിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, 21st question, the area of cross section of neutral conductor is dash as that of any line conductor. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ. അപ്പോൾ ഒരു 3 phase ആണെങ്കിലാണ് കേട്ടോ, 3 phase ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ 3 phase-ൻ്റെ കാര്യം പറഞ്ഞത് IA + IB + ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ IA + IB + IC എന്ന് പറയുന്നത് IN ആണ്. സോ ഇഫ് ഇറ്റ് ഇസ് ബാലൻസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സോ IN വിൽ ബി ടെൻഡിങ് ടു 0 ആയിരിക്കും ഈവൻ ഇഫ് ഇറ്റ് ഈസ് അൺബാലൻസ്ഡ്. സോ യു വിൽ, ഒരു ചെറിയൊരു വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും നമ്മുടെ ന്യൂട്രൽ കണ്ടക്ടറിൽ കൂടെ പോവുക. സോ യു നീഡ് ജസ്റ്റ് ഹാഫ് ഓഫ് ദ ലൈൻ കണ്ടക്ടർ. ഓക്കെ, സോ യുവർ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാൻ ബി ഹാഫ് ഓഫ് ദ ലൈൻ കണ്ടക്ടർ. ഓക്കെ, നൗ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, 22th ക്വസ്റ്റ്യൻ, അതായത് അക്യുറേറ്റ് മെത്തേഡ് ഓഫ് ലോഡ് ഫ്ലോ അനാലിസിസ് ഇസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്. ഓക്കെ, അക്യുറേറ്റ് മെത്തേഡ് ഓഫ് ലോഡ് flow analysis is nothing but Newton-Raphson method. Now, 23th ചോദ്യം, the power system is suitable if the synchronizing power coefficient is, the power system is suitable if the synchronizing power coefficient is, it is nothing but if it is positive. എന്താണ് synchronizing power coefficient? It will be equal to the, it is a ratio of differential power change and differential load angle change. അപ്പോൾ synchronizing power coefficient എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ പവർ ചേഞ്ച് ആൻഡ് ദ ഡിഫറൻഷ്യൽ ലോഡ് ആംഗിൾ ചേഞ്ച്. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ SP എന്ന് വിളിക്കാം, ഇഫ് SP ഈസ് ഗ്രേറ്റർ ദാൻ 0, if SP is greater than 0, that is positive, then the system is stable. If it is less than the 0, the system is what? The system is, if that is less than 0, it will be negative, so the system will be unstable. Okay, the system will be unstable. If it is equal to 0, then it is critically stable. Okay, critically stable. Okay, now 24th question, the surge impedance of 60 kilometer cable is 40 ohm and 30 kilometer line is എന്താണ് ചോദിച്ചിരിക്കുന്നത്? സർജ് ഇംപെഡൻസ് എന്ന് പറയുന്നത്, ഇഫ് ദ സർജ് ഇംപെഡൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. എന്തുകൊണ്ടാണ് നമ്മുടെ സർജ് ഇംപെഡൻസ്, യു നോ ഇറ്റ് ഇസ് V/I, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് XL into XC and it is nothing but 2πf L into the length and 2πf into C into L. So L cancel ആയിപ്പോകുമ്പോൾ this L is nothing but it is the length of the transmission line, so it is independent of a length of transmission line. So 60 കിലോമീറ്റർ ആയാലും 30 കിലോമീറ്റർ ആയാലും 40 കിലോമീറ്റർ ആയാലും സെയിം 40 ohmsന് the surge impedance will be same 40 ohms അല്ല, same transmission line, the surge impedance will be same, that is nothing but 40 ohms. Okay, now 25th question, the inertia constant, that is H of a turbo generator is 200 mega
volt ampere and it is 6. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് 6 ആണ് തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് എച്ച് കറസ്പോണ്ടിങ് ടു ദ ബേസ് ഓഫ് 300 MVA ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെ നമുക്കത് കണ്ടെത്താം? നമുക്കത് ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് ഇൻ പെർ യൂണിറ്റ് നമ്മളെങ്ങനെ എഴുതാം? എച്ച് ബൈ അതിൻ്റെ ബേസ് വാല്യൂ ദാറ്റ് ഈസ് എസ് ബി, അതായത് ബേസ് പവർ ദാറ്റ് ഈസ് എസ് ബി നമുക്ക് എഴുതാം. അപ്പോൾ എച്ച് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA old divided by MVA new. ഓക്കെ, MVA old divided by MVA new. അപ്പോൾ MVA old എത്രയാണ്? 6 6 ഇൻറ്റു MVA സോറി എച്ച് പി, അതായത് എച്ച് പെർ യൂണിറ്റ് ഓൾഡ് 6 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6. ആൻഡ് ഇറ്റ് MVA ഓൾഡ് എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 200. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ MVA ന്യൂ എന്താണ്? 300. So your answer is what? 2 and it is 4. 2 into 2 4. So your answer is option A. So h per unit എന്ന് പറഞ്ഞാൽ h per unit new h per unit എന്ന് പറഞ്ഞാൽ ജനറലി h by അതിൻ്റെ ബേസ് പവർ ആയിരിക്കും. സോ h per unit new എന്ന് പറഞ്ഞാൽ h per unit old into MVA old divided by MVA new ആണ്. MVA old നമുക്ക് തന്നെ 200, MVA new നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 300. So 6 into 200 by 300 which is equal to 4. So your option is A. ഇനി 26ാമത്തെ ചോദ്യം, a 6.9 kV transmission line is connected to a transformer having 1500 turns and 24 turns on the secondary. Then if the load across the secondary has an impedance of 5 ohm, then the secondary voltage. So നമ്മുടെ secondary voltage ആണ് ചോദിക്കുന്നത്. നമുക്ക് എന്താ? നമുക്ക് NP തന്നിട്ടുണ്ട്. NP is nothing but 1500. അതേപോലെ NS തന്നിട്ടുണ്ട്. NS is nothing but 24. ആൻഡ് എന്താണ് അടുത്തത് തന്നിരിക്കുന്നത്? RL നമുക്ക് ആവശ്യമില്ല, ഇറ്റ് ഇസ് 5 ohm. ആൻഡ് നമുക്കതിനെ കണ്ടെത്താം. ഇറ്റ് ഇസ് നമുക്ക് VP, നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് അല്ലേ കണ്ടെത്തേണ്ട? സെക്കൻഡറി വോൾട്ടേജ് VP എന്താ തന്നിരിക്കുന്നത്? VP ഇസ് നത്തിങ് ബട്ട് 6.9 kV ആണ്. ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് 6.9 kV ആണ്. സോ നമുക്ക് കണ്ടതിൻ്റെ VS ആണ്. VS എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, VP ഇൻറ്റു it will be 24, that is NS divided by NP. അപ്പോൾ VP എന്ന് പറഞ്ഞാൽ 6.9 into 1000 into NS is nothing but 24 divided by 1, that is 1500. അപ്പോൾ your answer is what? കട്ട് ചെയ്ത് പോയി 24 അപ്പോൾ 8 into 3, 5 into 3, so 5 is 2, so 8 into 2 16, 16 into 6.9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 110.4 എന്ന് കിട്ടും. യുവർ ആൻസർ ഈസ് നത്തിങ് ബട്ട് 110.4 വോൾട്ട്. ഓക്കെ, നൗ 27ാമത്തെ ചോദ്യം, 4-pole 250 kilowatt 750 volt DC generator has a lap winding on the armature. The current carried by the armature coil is എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 4-pole ആണ്. സോ 4-pole ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ paths will be equal to number of poles. Number of parallel paths in a coil will be equal to number of poles. So how can you get the answer? നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് തന്നിരിക്കുന്നത്? പവർ തന്നിട്ടുണ്ട്, that is nothing but 250 kilowatt, that is 250,000 divided by 750, that is 750 volt. So your current എന്ന് പറയുന്നത്, armature current എന്ന് പറയുന്നത് ഇത് 250,000 divided by 750 ആയിരിക്കും. that you will get 75, that is nothing but 1000 divided by 3, and it is 333.33. It will come 333.33, and it is said that there are 4 parallel paths, that is number of poles is 4, and which is equal to number of parallel paths. So അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ആർമേച്ചർ കോയിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാരലൽ പാത്ത് കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. സോ 333.33 ഡിവൈഡഡ് ബൈ 4 ഇസ് നത്തിങ് ബട്ട് 83.24 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നൗ 28th question, a DC shunt motor is used in nothing but it is C, that is lathe. ലിഫ്റ്റിലും ക്രെയിനിലൊക്കെ നമുക്ക് ഹൈ ടോർക്ക് വേണം. സോ യു ഷുഡ് യൂസ് DC series motor. Now
29th question. A 4-pole DC motor with armature winding resistance of 0.5 ohm receives a supply of 220 volt and the back EMF produced during running condition is 210 and the armature current. അപ്പോൾ ആർമേച്ചർ കറണ്ട് ആണ് ചോദിച്ചത്. നമുക്കറിയാം ഡി സി മോട്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി സി മോട്ടറിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ അല്ലേ? നമ്മൾ ചോദിച്ചിരിക്കുന്ന ഐ എ അല്ലേ? സോ നമുക്ക് വി എന്താണ്? നമുക്ക് ഐ എ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഐ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മൈനസ് ഇ ബി ഡിവൈഡഡ് ബൈ ആർ എ. സോ വി മൈനസ് ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ബി ഈസ് 210 and V is 220. So 220 minus EB will be obviously 10 divided by RA is nothing but 0.5. So it will be 20 amps. So your answer is B. Okay. So 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പോൾ ഞാൻ 2 മോളിക്ക് പോയി 2 into 10 is 20. So obviously it will be 20 amps. ഇനി 30ാമത്തെ ചോദ്യം. The nominal speed of a 3-phase 12-pole induction motor is excited by 60 Hz source at a full load slip of 6%. അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പോൾ അറിയാം 12 ആണ്. നമുക്ക് എന്താ കണ്ടെത്താൻ? നോമിനൽ സ്പീഡാണ് കണ്ടെത്താൻ. യു നോ NS is equal to 120 F by P. F is nothing but 60 and 120 into 60 divided by P, that is pole is nothing but number of poles on the 12 are on the so it will be 600 is your NS, that is NS in RPM and നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്പീഡ് ഓഫ് ദ മോട്ടറാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ മെഷീൻ ഇൻഡക്ഷൻ മോട്ടറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഇറ്റ് വിൽ ബി ഹൗ? നമുക്കറിയാം സ്ലിപ്പ് ഈസ് NS മൈനസ് N ഡിവൈഡഡ് ബൈ NS. സോ സ്ലിപ്പ് എന്താണ് തന്നിരിക്കുന്നത്? എത്രയാണ് തന്നിരിക്കുന്നത്? ഇപ്പോൾ 6 എന്ന് പറയുമ്പോൾ 0.06 എന്ന് വരും. 0.06 ഈസ് ഈക്വൽ ടു വാട്ട്? 600 മൈനസ് N ഡിവൈഡഡ് ബൈ 600. സോ ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6 into 6 36 വരും. സോ 36 is equal to 600 minus N and N is equal to 600 minus 36 which is nothing but 564 RPM. So that is option B. Okay. സോ നമ്മളിപ്പോൾ 30 ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഇൻകോർപ്പറേഷൻ ഓഫ് സിങ്കർണസ് കണ്ടൻസർ. ഇൻകോർപ്പറേഷൻ ഓഫ് സിങ്കർണസ് കണ്ടൻസർ ഇൻ എ പവർ സിസ്റ്റം ഈസ്. നമുക്ക് എന്തിനാണ് സിങ്കർണസ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി. നമ്മൾ സിങ്കർണസ് മോട്ടർ നമ്മളൊരു ഓവർ എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ കപ്പാസിറ്റർ. ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ എൻ ഓവർ എക്സൈറ്റഡ് സിങ്കർണസ് മോട്ടർ റണ്ണിങ് ഓൺ നോ ലോഡ് ഈസ് നോൺ ആസ് എന്ത്? സിങ്കർണസ് കണ്ടൻസർ. Fine. So it takes leading current which partially neutralizes the lagging reactive component of the load. Hence, it improves the power factor. So it improves the power system stability in the synchronous condenser. So 32 question. If the input to the prime mover of an alternator is kept constant, the excitation is changed. Then if the input to the prime mover of the alternator is kept constant and the excitation is changed, then the reactive option A, the reactive component of the output is changed, the active component of the output is changed. The option C, the power factor of the load remains constant. Option D, power factor of the load is reduced. So നമ്മുടെ ആൻസർ എന്തായിരിക്കും? The reactive component of the load, that is the output is changed. കാരണം എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്തിരിക്കണം എവിടെയാണ്? എക്സൈറ്റേഷനിലാണ് ചേഞ്ച് ചെയ്തത്. എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റീവ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യും. സോ ഔട്ട്പുട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ യുവർ ഔട്ട്പുട്ട് കമ്പോണൻറ്റ് ഓഫ് ദ output reactive component also will change. Now 33ാം ചോദ്യം. An under excited synchronous generator operates at an under excited synchronous generator ആണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. ജനറേറ്റർ മോട്ടർ നമ്മൾ തിരിച്ച് നമ്മൾ കൊണ്ടേ കുത്തും. സോ മോട്ടർ ആണെങ്കിൽ അണ്ടർ എക്സൈറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലാഗിങ് പവർ ഫാക്ടർ. ഇഫ് ഇറ്റ് ഈസ് ജനറേറ്റർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും കേട്ടോ. ഇറ്റ് വിൽ ബി ഓപ്പറേറ്റിംഗ് അറ്റ് ലീഡിങ് പവർ ഫാക്ടർ. 34ാം ചോദ്യം. എ സിങ്കർണസ് ജനറേറ്റർ ഹാവിംഗ് E is equal to 1 per unit is feeding an infinite bus with a voltage of V is equal to 1 per unit through a transfer reactance of 0.5. The steady state power limit
അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് പവർ ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അതിന് പവറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഇ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എക്സ് ടി. ഇ എന്താണ് 1 per unit ആൻഡ് വി എന്താണ് വീണ്ടും 1 per unit and xt that is transfer reactance is nothing but 0.5, so it will be 2 per unit. So your steady state power it will be 2 per unit. Okay, now 35th question. The number of turns in the starting winding of a capacitor start motor as compared to that of split phase motor is സെയിം ആയിരിക്കുമോ അതോ മോർ ആയിരിക്കുമോ അതോ ലെസ് ആയിരിക്കുമോ none of above. Your answer is more. Okay, the number of turns in the starting winding of a capacitor starter motorന് കൂടുതലുണ്ടായിരിക്കും compared to split phase motor. Okay, so your 36th question. The current gain of the common base configuration where I is equal to 5 milliamps, IC is equal to 4 milliamps. So your alpha ആണ് നമ്മുടെ current gain, that is nothing but IC by IE. Your IC is 4.5 divided by 5 which is equal to 0.9 and your answer is option C. Now 37th question. In an UJT P-type emitter, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ ഇതിൽ UJTയുടെ പടം അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിംഗിൾ പി എൻ ജംഗ്ഷൻ, and സിംഗിൾ പി എൻ ജംഗ്ഷനുള്ളൂ. സോ UJT P-type emitter which is heavily doped. Okay, P-type emitter heavily doped ആണ്. Now 30th question. The holding current of a thyristor is less than the latching current, more than the latching current, equal to the latching current, 0. It will be obviously less than latching current. Latching current attend ചെയ്താൽ പിന്നെ കറണ്ട് തിരിച്ചു വരില്ല. So it will be like it is latched, right? So holding current എപ്പോഴും എന്തായിരിക്കും, latching currentനെക്കാട്ടിലും കുറവായിരിക്കും. Now your answer is 38A. Now 39th question. The structure of IGBT is PN structure. Okay, the structure of IGBT is PN structure. Now 40th question. The controlling parameter in a MOSFET is option A VDS, option B IG, option C VGS. Your answer is VGS. VGS പറഞ്ഞാൽ ഗേറ്റ് വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ മോസ്ഫെറ്റിൻ്റെ കൺട്രോളിങ് പാരാമീറ്റർ. ഓക്കെ, VGS that is ഗേറ്റ് വോൾട്ടേജ്. ഗേറ്റിൽ പൾസ് കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ മോസ്ഫെറ്റ് ഓൺ ആവുക ഓഫ് ആവുക. സോ യുവർ കൺട്രോളിങ് പാരാമീറ്റർ ഇസ് വാട്ട്, VGS for a MOSFET. Now 41ാം ചോദ്യം. How many XOR gates are used in 2-bit full adder circuit? ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. 41ാമത്തെ ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ, നമുക്ക് ക്ലിയർ അല്ല. സോ ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. 42ാം ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് മൾട്ടിപ്പിൾ സിഗ്നൽസ് ടു എ സിംഗിൾ ഔട്ട്പുട്ട്? അതായത് കുറേ സിഗ്നൽസിനെ ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് യൂസ് ചെയ്യുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മക്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി മൾട്ടിപ്ലക്സർ. നൗ 41ാം ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അസിൻക്രണസ് സർക്യൂട്ട്? സിംഗർണസ് സർക്യൂട്ട് പറഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ഇല്ലാത്ത സർക്യൂട്ട്. ലാച്ചിന് മാത്രമാണ് ക്ലോക്ക് കൊടുക്കേണ്ട, ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് കൊടുക്കണം. സോ യുവർ ആൻസർ ഈസ് ലാച്ച്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. 44ാം ചോദ്യം. വാട്ട് ഈസ് ദ ബൈനറി കോഡ് ഡെസിമൽ ഓഫ് 147? 147ൻ്റെ ബൈനറി കോഡ് 0001 08421 അല്ലേ, 0100. ഇനി 8421 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇത് ഓരോ ബിറ്റ് ആണ് വരിക കേട്ടോ. 8421 എന്ന് പറഞ്ഞ ബിറ്റ്. 4 ആണെങ്കിൽ എന്താണ്, 4ൻ്റെ അടിയിൽ 1 ഇട്ടാൽ മതി. സോ ഇറ്റ് ഈസ് 0100. 7 ആണെങ്കിൽ എന്തായിരിക്കും, 4 + 2 + 1 ആണ് 7 ആണ്. അപ്പോൾ 3 അതിൻ്റെ ഒക്കെ താഴെ 1 ഇടണം. സോ 0111. സോ യുവർ ആൻസർ ഈസ് 0 with this one, option D. 44 is option D. Okay, ഇനി നമ്മുടെ 45th question. Which of these gates are called universal gates? That is nothing but NAND and NOR നമ്മുടെ universal gate. That is both A and B. So 45 is C. Now 46th question. Which of the following gates give output as 1 for different inputs? അതായത് ഇൻപുട്ട് കൊടുക്കുന്നത് ഡിഫറൻറ്റ് ഇൻപുട്ട്. ലെറ്റ് ഇറ്റ് ബി 1 and 0 ആകില്ലല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൽ 1ഉം ഒരെണ്ണത്തിൽ 0, അതായത് ഒരെണ്ണത്തിൽ ഹൈയും ഒരെണ്ണത്തിൽ ലോയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് വേറൊന്നിലും അല്ല, XOR ഗേറ്റിൽ മാത്രമാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത് XNOR ഗേറ്റിലാണ് കേട്ടോ. അപ്പോൾ ആൻഡിൽ രണ്ടും 1 ആയാൽ മാത്രമാണ് എന്താ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. നോ, സോ യുവർ ആൻസർ ഈസ് XOR ഗേറ്റ്. ആൻഡ് 47th question. If A and B are given as the input to the NAND gate, then what is the output? ഒരു ആൻഡ് ഗേറ്റിൻ്റെ എന്താണ്, A.B ആയിരിക്കും വരിക. അപ്പോൾ നാൻഡ് ഗേറ്റ് പറയുമ്പോൾ A.B ഹോൾ ബാർ. സോ A.B ഹോൾ ബാർ. സോ ഓപ്ഷൻ എ. സോ 47 is option A. Now
48th question, convert BCD to binary. അപ്പോൾ ഇത് BCD to binary കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്കിതിനെ എന്തിലേക്ക് മാറ്റാം, ഡെസിമലിലേക്ക് മാറ്റാം. 0001 1 ആണ്, 0010 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇനി 0110 എന്ന് പറഞ്ഞാൽ 8421, ദാറ്റ് ഇസ് മാറ്റിംഗ് ബട്ട് 6. അപ്പോൾ 126-നെയാണ് നമുക്ക് മാറ്റേണ്ടത്. 126-നെ നമുക്ക് അതിനെ മാറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 1 2 4 8 16 32 64 എന്താണ് അവസാനം 128 അല്ലേ. ഞാനൊന്നുമില്ല അതിനെ ഇരട്ടിയാക്കി 1-ൻ്റെ ഇരട്ടി 2, 2-ൻ്റെ 4, 4-ൻ്റെ ഇരട്ടി 8, 8-ൻ്റെ ഇരട്ടി 16, 16-ൻ്റെ ഇരട്ടി 32, അങ്ങനെ ഇരട്ടി എഴുതിയെന്നുള്ളൂ. അപ്പം നമുക്ക് വേണ്ട സംഖ്യ എത്രയാണ്? 126. 126 ഇത് ഏത് കോമ്പിനേഷനിൽ വന്നാലാണ് 126 ആവുക? 126 എന്ന് പറയുമ്പോൾ എന്തായാലും 1 വന്നു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആവും. അപ്പോൾ ബാക്കിയുള്ളതിൽ 1 അതിലൊക്കെ 1 ഇട്ട് നോക്കാം. അപ്പോൾ എന്തുവരും? 64 പ്ലസ് 32 ഈസ് നത്തിങ് ബട്ട് 32 പ്ലസ് 8 40 64 പ്ലസ് 16 ഈസ് നത്തിങ് ബട്ട് എന്താണ്? 80 80 പ്ലസ് 40 120, 120 പ്ലസ് 4 പ്ലസ് 2 126. സോ യുവർ ആൻസർ ഈസ് 01111110. അല്ലെങ്കിൽ 0-ൻ്റെ ആവശ്യമില്ല, ഇതുവരെയുള്ള മതി. 6 1-ഉം ഒരു 0 ഉണ്ടോ നോക്കാം ഉത്തരത്തിൽ. 6 1-ഉം ഒരു 0. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി 49. ഹൗ മെനി ഡാറ്റ സെലക്ട് ലൈൻസ് ആർ റിക്വയർഡ് ഫോർ സെലക്ടിങ് n ഇൻപുട്സ് ഇൻ എ മൾട്ടിപ്ലക്സർ? ഞാനത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെറുപെടാൻ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് 30 സെക്കൻഡ്സിന് മുകളിൽ ഞാൻ പറയുമ്പോൾ മാറിപ്പോയത് കേട്ടോ. സോ ഹൗ മെനി ഡാറ്റ ലൈൻസ് ആർ റിക്വയർഡ് ടു സെലക്ട് n ഇൻപുട്സ് ഇൻ മൾട്ടിപ്ലക്സർ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് log to the base 2, log of n to the base 2 ആണ്. ഓക്കെ. So 50th question, which of the following statement accurately represents the two best method of logic circuit simplification? Boolean algebra and actual circuit trial and error evaluation. അല്ല, K-map and circuit waveform analysis ഇല്ല. Circuit waveform analysis വേണ്ട. K-map is good. Boolean algebra. Okay, your option is option D. Boolean algebrയും K-mapഉം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? accurately you will get the best method to analyze or simplify the logic circuit. ഓക്കെ. സോ ഈ 50 ചോദ്യങ്ങളും നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് നല്ല ഓൾ ദി ബെസ്റ്റ് നേരുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം നടത്തിക്കോട്ടെ. ഈ വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യം വന്നാൽ നിങ്ങളത് സ്കോർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.